കോൾനിലങ്ങളാൽ ചുറ്റപ്പെട്ട അടാട്ടിന്റെ രാഷ്ട്രീയാകാശത്ത് ഇടയ്ക്കിടെ കാറും കോളും നിറയുന്നതാണ് കാലാവസ്ഥ. വിവാദ പെയ്ത്തിന് കുറവില്ലാത്ത പഞ്ചായത്തിൽ പോരാട്ടം മുറുകുകയാണ്. തൃശൂർ നഗരം അതിരിടുന്ന അടാട്ട് രാഷ്ട്രീയ പോരാട്ടത്തിന് അവധി നൽകാത്ത പഞ്ചായത്താണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വിലങ്ങൻകുന്ന് അടാട്ട് പഞ്ചായത്തിന്റെ ഭാഗമാണ്. ശ്രീരാമകൃഷ്ണ മഠവും സംസ്കൃത സർവകലാശാല കേന്ദ്രവുമെല്ലാം പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ പുറനാട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്നു. UDF കോട്ടയായി കരുതിപ്പോന്നിരുന്ന അടാട്ട് കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചു. 20 വർഷം തുടർച്ചയായി ഭരിച്ച പഞ്ചായത്താണ് UDFന് കൈവിട്ടത്. ആകെയുള്ള 18 വാർഡിൽ LDF 8, UDF 7, BJP 3 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. CPMലെ സിമി അജിത് കുമാറാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സർവ്വതലസ്പർശിയായ വികസന കാഴ്ചപ്പാടോടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായെന്ന് പ്രസിഡന്റ് പറയുന്നു. കാർഷിക മേഖലയായ പഞ്ചായത്തിൽ സമഗ്ര നെൽകൃഷി വികസനം നടപ്പിലാക്കി. കേരഗ്രാമം പദ്ധതി പ്രാവർത്തികമാക്കി. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. 67 ലക്ഷം രൂപ ചെലവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നവീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ കായിക രംഗത്തെ നേട്ടങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അടാട്ട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ 2 സ്കൂളുകളാണ് നിലവിലുള്ളത്. അടാട്ടും ചൂരക്കാട്ടൂർ സ്കൂളും. 2 സ്കൂളുകളുടെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഭരണസമിതി കാലത്തെ ഏറ്റവും മികച്ച നേട്ടമായി കരുതപ്പെടുന്നു. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈവനിംഗ് ഒപ്പ് സംവിധാനം ആരംഭിക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ കീഴിൽ അടാട്ടും ചിറ്റപ്പിള്ളിയിലും 2 ഗ്രൗണ്ടുകളാണുള്ളത്. ഈ 2 ഗ്രൗണ്ടുകളുടെ നവീകരണ പ്രവർത്തനത്തിനായി അടാട്ട് ഗ്രൗണ്ടിൽ 11 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളും ചിറ്റലപ്പള്ളി ഗ്രൗണ്ടിൽ 18 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 130 പ്രാദേശിക റോഡുകൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുക വഴി വലിയൊരു വികസന പ്രശ്നത്തിന് പരിഹാരമായതായി ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. പഞ്ചായത്ത് പരിധിയിലെ കുളങ്ങളുടെ നവീകരണം, സമ്പൂർണ്ണ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയും നേട്ടപ്പട്ടികയിലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക വർഷത്തിനിടയ്ക്ക് 105 റോഡുകൾ പൂർത്തീകരിക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ജലജീവൻ കണക്ഷനുകൾ എല്ലാ വീടുകളിലേക്കും നൽകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഈ വർക്കുകൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായിരുന്ന അടാട്ടിന്റെ പേരും പെരുമയും ഇല്ലാതാക്കിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. 2 വട്ടം അടാട്ട് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ലഭിച്ച സാഹചര്യം ഉണ്ടായി. UDF ഭരണ സമയത്ത് 7 വട്ടം തൃശ്ശൂരിൻ്റെ തന്നെ നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ച സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 86 പഞ്ചായത്തിലുള്ള തൃശ്ശൂർ പഞ്ചായത്തിൽ 83ാം സ്ഥാനത്താണ് അടാട്ട് പഞ്ചായത്തുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്തെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നാണ് മറ്റൊരു വാദം. അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനായില്ല. പുഴയ്ക്കൽ കുടിവെള്ള പദ്ധതി അവതാളത്തിലാക്കി. റോഡുകളുടെ അവസ്ഥ ദയനീയമാണെന്നും വിമർശനമുണ്ട്. പല വാർഡുകളിലും ഈ ശുദ്ധജലം എത്താത്തൊരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം ലീക്കാവുന്ന സാഹചര്യമുണ്ട്. ഇതൊന്നും ക്രമീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കാത്തൊരു ഭരണസമിതിയാണ് ഇപ്പോൾ ഈ 5 കൊല്ലം LDFൻ്റെ ഭരണസമിതി ഉണ്ടായിട്ടുള്ളത്. പുനർവിഭജനത്തിൽ 2 വാർഡ് കൂടിയ അടാട്ട് ഇത്തവണ 20 വാർഡുകളിലേക്കാണ് പോരാട്ടം. നിലനിർത്താനും പിടിച്ചടക്കാനുമുള്ള മത്സരത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പേറ്റുന്ന പഞ്ചായത്ത് കൂടിയാണ് അടാട്ട്.